ജാതക ഫലനിർണ്ണയത്തിൽ കാണുന്ന ചില ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ 2 തരത്തിലാണ് ഫലനിർണ്ണയം നടത്തുന്നത്. ഒന്ന് ജാതക പരിശോധന, 2 പ്രശ്നവിധിപ്രകാരമുള്ള ഗുണദോഷ ചിന്ത. ഓരോ ഗ്രഹത്തിൻ്റെയും ഫലം ഗുണമായാലും ദോഷമായാലും അനുഭവപ്പെടുന്നത് അതാത് ഗ്രഹത്തിൻ്റെ ദശാകാലങ്ങളിലും ഗോചരകാലങ്ങളിലുമാണ്. കേരളീയ ജ്യോത്സ്യന്മാർ ഫലനിർണ്ണയത്തിനും പരിഹാര നിർദ്ദേശത്തിനും അടിസ്ഥാന പ്രമാണങ്ങളായി സ്വീകരിക്കുന്ന 2 ഗ്രന്ഥങ്ങളാണ് ഓരയും പ്രശ്നമാർഗവും. ഇതിൽ പ്രശ്നമാർഗത്തിലാണ് പരിഹാരങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുള്ളത്. ഓരോ ഭാവത്തിനും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശികൾക്കും അനുസരിച്ച് വ്യത്യസ്തമായ പരിഹാരങ്ങളാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെയും ജനനസമയത്തെ ഗ്രഹനില പൂർവജന്മങ്ങളിൽ ചെയ്തു പോന്നിട്ടുള്ള ശുഭാശുഭ കർമ്മങ്ങളുടെ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും 3 തരത്തിലുള്ള കർമ്മങ്ങളുടെ ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. 1 സഞ്ചിതം, 2 പ്രാരബ്ധം, 3 ആഗാമി. സഞ്ചിതം എന്നാൽ സഞ്ചയിച്ച് വച്ചിട്ടുള്ളത്, അതായത് ശേഖരിച്ച് വച്ചിട്ടുള്ളത് എന്നർത്ഥം. ജന്മജന്മാന്തരങ്ങളിലൂടെ ചെയ്തിട്ടുള്ള ശുഭാശുഭ കർമ്മങ്ങളുടെ സഞ്ചിത നിധിയാണ്, ശേഖരിച്ച് വച്ചിട്ടുള്ള നിധിയാണ് സഞ്ചിതകർമ്മം. പ്രാരബ്ധം എന്നാൽ ആരംഭിച്ചത് എന്നർത്ഥം. സഞ്ചിത കർമ്മഫലമായിട്ട് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായ വാസനകളും കർമ്മഫലങ്ങളുമാണ് ഗ്രഹനില സൂചിപ്പിക്കുന്നത്. ആഗാമി എന്നാൽ വരാൻ പോകുന്നത് എന്നർത്ഥം. സഞ്ചിത കർമ്മങ്ങളുടെയും പ്രാരബ്ധകർമ്മങ്ങളുടെയും ഫലമായി വരും കാലങ്ങളിൽ അഥവാ വരും ജന്മങ്ങളിൽ അനുഭവിക്കാനിടയുള്ള കർമ്മഫലങ്ങളെയും അവയുടെ വാസനകളെയുമാണ് ആഗാമി എന്ന കർമ്മഫല വിശേഷം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൽ പ്രാരബ്ധകർമ്മങ്ങളും അതിൻ്റെ ഫലവുമാണ് ഗ്രഹനില കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അതായത് ഈ ജന്മത്തിൽ അനുഭവിക്കാനിടയുള്ള കർമ്മഫലങ്ങളും കർമ്മവാസനകളുമാണ് ഓരോരുത്തരുടെയും ഗ്രഹനില സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ഓരോ വ്യക്തിയും ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അത് ശുഭമായാലും അശുഭമായാലും ആ വ്യക്തിയെ നിഴല് പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അത് അനുഭവിക്കാനുള്ള കാലമാകുമ്പോൾ അനുഭവപ്പെടും. അത് അയാൾ അനുഭവിച്ചേ തീരൂ. അതാണ് പ്രകൃതി നിയമം. അറിഞ്ഞോ അറിയാതെയോ അഥവാ മനഃപൂർവമായോ അല്ലാതെയോ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അയാൾ അനുഭവിച്ചേ തീരൂ എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം. കർമ്മം ചെയ്യുന്ന വ്യക്തിയെ അതിൻ്റെ ഫലം നിഴല് പോലെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അനുഭവിക്കാൻ പാകമാകുമ്പോൾ, അതായത് അതിനുള്ള കാലം വരുമ്പോൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അത് പ്രകൃതിയുടെ നിയമമാണ്. ആരും കാണാതെ എത്ര രഹസ്യമായി ചെയ്താലും കർമ്മത്തിൻ്റെ ഫലം അയാൾ അനുഭവിച്ചേ തീരൂ. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന അധ്യാത്മരാമായണത്തിലെ വരികൾ ഇവിടെ പ്രസക്തമാണ്. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ചില ശക്തികളാണ് കർമ്മസാക്ഷികൾ. സൂര്യചന്ദ്രന്മാരും അഗ്നിയും പഞ്ചഭൂതങ്ങളും സന്ധ്യയും രാത്രി പകലുകളും ധർമ്മവും കാലവും പശുക്കളും എല്ലാം കർമ്മസാക്ഷികളാണ്. സൂര്യോഗ്നി ഖം മരുൾഗാവ സോമ സന്ധ്യാഹനീ ദിശ കം കു കാല ധർമ്മ ഇതി ഹേതേ ദൈഹിസ് സാക്ഷണ എന്ന് സാക്ഷാൽ ധർമ്മദേവൻ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രകൃതി നിയമം ഇതാണെങ്കിൽ പരിഹാരം കൊണ്ട് വല്ല വിശേഷവും ഉണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം. അത്യുൽക്കടൈ പുണ്യപാപൈ ഇഹൈവ ഫലമശ്നുതേ എന്നും പ്രമാണമുണ്ട്. അതായത് അതികഠിനമായ വ്രതനിഷ്ഠയോടുകൂടിയ പുണ്യകർമ്മങ്ങളുടെ ഫലം ഈ ജന്മം തന്നെ അനുഭവിക്കും. അതുപോലെ അതിക്രൂരമായ ദുഷ്പ്രവൃത്തികളുടെ ഫലവും ഈ ജന്മം തന്നെ അനുഭവിക്കും. അതായത് ഉത്കടമായ കർമ്മങ്ങളുടെ ഫലം പ്രാരബ്ധകർമ്മങ്ങളെ മാറ്റിമറിക്കും എന്നർത്ഥം. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ജ്യോത്സ്യന്മാർ ജാതകഫലവും പ്രശ്നഫലവും കൂട്ടി യോജിപ്പിച്ച് ചിന്തിച്ച് ദോഷങ്ങളുടെ ഗുരുലഘുത്വം നിർണയിച്ച് അതിന് അനുസരണമായ, അതായത് ദോഷങ്ങൾക്കനുസരണമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ഈ പരിഹാരകർമ്മങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാകണമെന്നുമില്ല. കാലവും ദേശവും അവസ്ഥയും ആ വ്യക്തിയുടെ മനോഭാവവും അനുസരിച്ചിരിക്കും കർമ്മങ്ങളുടെ ഫലപ്രാപ്തി. ആരെ ഉദ്ദേശിച്ചാണോ പരിഹാരം നിർദ്ദേശിക്കുന്നത് ആ വ്യക്തി തന്നെ പരിഹാരകർമ്മങ്ങൾ ചെയ്യണം. മറ്റൊരാൾ ചെയ്താൽ അത് ഫലപ്രദമാകണമെന്നില്ല.
മാത്രമല്ല ചെയ്യുന്ന വ്യക്തിക്ക് ശ്രദ്ധയും വിശ്വാസവും ഉണ്ടായിരിക്കണം. ജാതകവശാലും പ്രശ്നവശാലും ദാമ്പത്യക്ലേശം കാണപ്പെടുന്നുവെങ്കിൽ ചെയ്യാവുന്ന ചില പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ ശുഭാശുഭ ഫലങ്ങൾ നിർണ്ണയിക്കുന്നത് 7-ാം ഭാവത്തെക്കൊണ്ടും ഭാവാധിപനെക്കൊണ്ടും കളത്രകാരകനായ ശുക്രനെക്കൊണ്ടുമാണ്. ഇവയ്ക്ക് വരുന്ന പാപബന്ധങ്ങൾ ദാമ്പത്യ ജീവിതത്തെ ദുരിതപൂർണമാക്കും. ഒരു സാധാരണ മനുഷ്യന് ഈ ദോഷങ്ങൾ എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത്. ജന്മാന്തരകൃതമായ പാപം തന്നെയാണ് ജീവിതത്തിലുണ്ടാകുന്ന സകല ദുഃഖങ്ങൾക്കും കാരണമെന്നുള്ളത് എല്ലാ മതങ്ങളും ജ്യോതിശാസ്ത്രവും വിശ്വസിക്കുന്നു. പാപപരിഹാരത്തിന് പുണ്യകർമ്മങ്ങൾ ചെയ്തേ തീരൂ. പുണ്യകർമ്മങ്ങൾ പലതുണ്ടെങ്കിലും ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാവുന്ന പുണ്യകർമ്മം ദൈവാരാധന തന്നെയാണ്. നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ അനേകം ദേവതാ സങ്കല്പങ്ങളാണുള്ളത്. എങ്കിലും ദാമ്പത്യ ജീവിത സൗഖ്യത്തിനു വേണ്ടി ഭരിക്കേണ്ട ദേവത ഉമ അഥവാ ശ്രീപാർവതി തന്നെയാണ്. ദാമ്പത്യാർത്ഥേ ഉമാം സതീം, അതായത് ദാമ്പത്യ സൗഖ്യത്തിനു വേണ്ടി ഉമയെ അഥവാ ശ്രീപാർവതിയെയാണ് ഭരിക്കേണ്ടത്. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുകയും അവിടെ നെയ്വിളക്ക്, പൂമാല, അർച്ചന എന്നീ വഴിപാടുകൾ നടത്തുന്നതും ദാമ്പത്യ സൗഖ്യത്തിന് ഉത്തമമായിരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഉമാമഹേശ്വര പൂജ, സ്വയംവരാർച്ചന ഇവ നടത്തുകയും ആവാം. അതുകൂടാതെ ദേവീക്ഷേത്രത്തിൽ വെളുത്ത പൂ കൊണ്ട് മാല ചാർത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിപ്പൂ കൊണ്ട് മാല ചാർത്തുന്നതും ശ്രേഷ്ഠമാണ്. ഇതുകൂടാതെ പതിവായി ദേവീസ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നതും ഉത്തമമായിരിക്കും. വിശേഷിച്ച് ലളിതാ സഹസ്രനാമത്തിലെ ധ്യാനശ്ലോകവും ശ്രീമാതാ ശ്രീമഹാരാജ്ഞി എന്ന് തുടങ്ങി ശിവാ സ്വാധീനവല്ലഭ എന്ന് അവസാനിക്കുന്ന 21 പദ്യങ്ങൾ പതിവായി പാരായണം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പരിഹാരകർമ്മമാണ്. ഈ പറഞ്ഞ പദ്യഭാഗങ്ങൾ ഒരു ആചാര്യൻ്റെ കീഴിൽ പഠിച്ച് അർത്ഥം മനസ്സിലാക്കി അക്ഷരസ്ഫുടതയോടുകൂടി പാരായണം ചെയ്യണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ. അത് സാധിക്കാത്തവർക്ക് ഉമാമഹേശ്വര സ്തോത്രത്തിലെ നമഃശിവായൈ നമഃശിവായ എന്ന ഉമാമഹേശ്വര നമസ്കാര മന്ത്രവും ചൊല്ലാം. ഈ പറഞ്ഞ മന്ത്രങ്ങൾ 12, 21, 108 എന്നിങ്ങനെ നിശ്ചിത സംഖ്യകൾ യഥാശക്തി ജപിക്കാം. ഇക്കാലത്ത് സമൂഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ആൺകുട്ടികൾക്ക് യഥാസമയം അനുകൂലമായ വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ പരിഹാരങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ആൺകുട്ടികൾക്ക് അനുകൂലമായ വിവാഹം നടന്നു കിട്ടാൻ ദേവീ മഹാത്മ്യത്തിലെ 3 ശ്ലോകങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. ഇവയാണ് ആ ശ്ലോകങ്ങൾ. 1. പ്രസിദ്ധമായ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അതിനുശേഷം വിധേഹി ദേവി കല്യാണം വിധേഹി വിപുലാം ശ്രേയം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്യുഷോ ജഹി. അതിനുശേഷം പത്നീം മനോരമാം ദേഹി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗസംസാര സാഗരസ്യ കുലോത്ഭവാം. ഈ 3 പദ്യങ്ങളും പതിവായി ചൊല്ലുന്നത് ഏറ്റവും ശ്രേയസ്കരമായിരിക്കും. ഈ പറഞ്ഞ പരിഹാരകർമ്മങ്ങൾ ശ്രദ്ധയും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ഫലപ്രദമാവുകയുള്ളൂ. മാത്രമല്ല, ആർക്കാണോ പരിഹാരം ചെയ്യേണ്ടത് ആ വ്യക്തി തന്നെ അത് ചെയ്യണം. മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അത് ഫലപ്രദമാകണമെന്നില്ല. ഈ പറഞ്ഞ പരിഹാരങ്ങൾക്കൊപ്പം ചില പ്രായോഗിക വശം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും അവനവന് അർഹതയുള്ള ബന്ധമാണ് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ളത്. താൻ ആഗ്രഹിക്കുന്നതെന്തോ അതിന് തനിക്ക് അർഹതയുണ്ടോ എന്നുകൂടി ആത്മപരിശോധന നടത്തണം. നമ്മുടെ സങ്കല്പത്തിലെ മാതൃകാ കുടുംബം ശിവകുടുംബമാണ്. ശിവപാർവതിമാർ പരസ്പരം യോജിച്ചത് പരസ്പരമുള്ള തപസ്സിൻ്റെ ഫലമായിട്ടാണ്. പരസ്പര തപസ്സമ്പൽ ഫലായിത പരസ്പരവും എന്നാണ് കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അനുകൂലനായ ഭർത്താവിനെ ലഭിക്കാൻ സ്ത്രീ തപസ് ചെയ്യണം, അനുകൂലയായ ഭാര്യയെ ലഭിക്കാൻ പുരുഷനും തപസ് ചെയ്യണം.
തപസ്സിൻ്റെ ഫലമായിട്ടേ അനുകൂലമായ ദാമ്പത്യ ജീവിതം ഉണ്ടാവൂ എന്നർത്ഥം. ഇവിടെ തപസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയന്ത്രിതമായ ജീവിത രീതി തന്നെയാണ്. നല്ല ഒരു ഭാര്യയാകണമെന്ന് സ്ത്രീ നിശ്ചയിക്കണം. നല്ല ഒരു ഭർത്താവാകണമെന്ന് പുരുഷൻ നിശ്ചയിക്കണം. എന്നിട്ട് വേണം വിവാഹത്തിലേക്ക് കടക്കാൻ. സ്ത്രീക്ക് സ്ത്രൈണ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് ക്ഷമ, സഹനശക്തി, സൗമ്യമായ പെരുമാറ്റം, സംസാര രീതി, സത്യവും ധർമ്മവും. അതുകൂടാതെ പുരുഷന്മാരെ ബഹുമാനിക്കുന്ന ശീലവും ഉണ്ടായിരിക്കണം. പുരുഷന് പൗരുഷ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. സ്ത്രീത്വത്തെ അംഗീകരിക്കാനും ആദരിക്കാനും ശീലിക്കണം. തുല്യതാ മനോഭാവവും തുറന്ന മനസ്സും സൗമ്യമായ പെരുമാറ്റവും ഉണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. യാത്ര, മാർഗം എന്നീ വിഷയങ്ങൾ ചിന്തിക്കേണ്ടതും 7-ാം ഭാവം കൊണ്ട് തന്നെയാണ്. വിവാഹം എന്നത് പുതിയ ജീവിതത്തിലേക്കുള്ളൊരു യാത്ര തന്നെയാണ്. ജീവിതം പ്രകാശപൂർണവും സന്തുഷ്ടവുമായി തീരണം എന്നുള്ള സങ്കല്പത്തിലാണ് ദീപം തെളിയിക്കുക, അർച്ചന നടത്തുക, മാല ചാർത്തുക എന്നിങ്ങനെയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വയംവര മന്ത്രം വശീകരണ പ്രധാനമാണ്. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം, അതായത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വശകന്മാരായി ജീവിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് സ്വയംവര മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി അഥവാ അർച്ചന നിർദ്ദേശിച്ചത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ പരിഹാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം.